നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യം വിടാൻ അനുവദിച്ച സമയപരിധി ഈ മാസം 31-ന് അവസാനിക്കും. നിയമലംഘകരായി കഴിയുന്നവർ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുകയും നിശ്ചിത തീയതിക്കകം രാജ്യം വിടണമെന്നും ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അഭ്യർത്ഥിക്കുകയുണ്ടായി. നിയമലംഘകരെ കണ്ടെത്താൻ ഏപ്രിൽ 1 മുതൽ പരിശോധനയും ശക്തമാക്കുന്നതാണ്. പിടിക്കപ്പെടുന്നവർക്ക് താമസക്കുടിയേറ്റ നിയമം ലംഘിച്ചതിനുള്ള പിഴ ഉൾപ്പെടെ ശക്തമായ നടപടിയെടുക്കും എന്നും അറിയിക്കുകയുണ്ടായി. കോവിഡിനെ തുടർന്നുള്ള യാത്രാവിലക്ക് മൂലം യുഎഇയിൽ കുടുങ്ങിയവർക്ക് രാജ്യം വിടാനുള്ള സാവകാശം പല തവണകളായി 1 വർഷത്തിലേറെയായി അധികൃതർ നീട്ടി നൽകുകയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞ് അബുദാബി, ഷാർജ, റാസൽ ഖൈമ വിമാനത്താവളം വഴി പോകുന്നവർ വിമാന ടിക്കറ്റും പാസ്പോർട്ടുമായി 6 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിലെത്തി യാത്രാ നടപടികൾ പൂർത്തിയാക്കണം. ദുബായ് അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം വഴി പോകുന്നവർ വിമാനത്താവളത്തിലെ ദുബായ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെന്ററിൽ യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കണം. അതേസമയം തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്നവർക്കായി സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ കാലാവധി മാർച്ച് 31-ന് അവസാനിക്കും. മാർച്ച് 31-ന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സാധാരണ രീതിയിലായിരിക്കും പരിഗണിക്കുകയെന്നും നിയമലംഘകർ പിഴയൊടുക്കേണ്ടി വരുമെന്നും തൊഴിൽ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ നവംബർ 15 മുതൽ ഡിസംബർ 31 വരെയാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് പിന്നീട് മാർച്ച് 31 വരെ നീട്ടുകയായിരുന്നു. പദ്ധതിയുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി രാജ്യം വിടാൻ ഇതുവരെ 65,173 പേരാണ് രജിസ്റ്റർ ചെയ്തതെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു. ഇതിൽ 46,385 പേർ ഇതിനകം രാജ്യം വിട്ടു കഴിഞ്ഞു. മാർച്ച് 31 വരെയുള്ള അധിക സമയത്ത് അപേക്ഷിച്ച് അനുമതി ലഭിച്ചവർ ജൂൺ 30-നകം രാജ്യം വിടുകയും വേണം. മാനവവിഭവശേഷി മന്ത്രാലയം വെബ്സൈറ്റിൽ സന്നദ്ധ സെന്ററുകൾ വഴിയോ സാമൂഹിക പ്രവർത്തകർ വഴിയോ രജിസ്റ്റർ ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം. 7 ദിവസത്തിന് ശേഷം മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് ലഭിക്കും. ഈ ക്ലിയറൻസ് ഉപയോഗിച്ച് പാസ്പോർട്ടുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് PCR ടെസ്റ്റ് നടത്തി രാജ്യം വിടാൻ സാധിക്കുന്നതാണ്. പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് അതാത് എംബസികൾ ഔട്ട് പാസും നൽകുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.